ഹലോ ഞാൻ നീ അവിടെ ഇല്ലേ മൂക്കിടിച്ച് പറത്ത് ഞാനിട്ടാ. അതെ ഇതിപ്പോ പറയുന്നത് എന്താന്നറിയോ, നമ്മളീ പെണ്ണുങ്ങൾക്ക് കുറച്ച് എന്താ കായിക അഭ്യാസം കുംഫു കരാട്ടെ ഒക്കെ പഠിക്കണം നല്ലതാണ്. പഠിച്ചിട്ടുണ്ടാ? ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഓടാൻ പഠിച്ചിട്ടുണ്ട് ഞാന്. അതിനേക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും കാര്യങ്ങളൊന്നും വേണ്ട, അമ്മായി ഓടും ഞാന്. ഇവളുടെ മോള് കരാട്ടെ, മോൻ കരാട്ടെ അല്ലേ? എന്റെ രണ്ടാമത്തെ മോൻ ബ്ലാക്ക് ബെൽറ്റ്. നീ ഒരാളും കൊണ്ടുവരുമ്പോ ഞാൻ രണ്ടാളും കൊണ്ടുവരും, അത് വേറെ കാര്യം. പെൺപിള്ളേര് മസ്റ്റ് ആയിട്ടും ഒന്നല്ലെങ്കിൽ കരോട്ടെ, ഒന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രതികരണ ശേഷിയുള്ള പിള്ളേരായിട്ട് പെൺകുട്ടികളെ വളർത്തണം കേട്ടാ. എന്താ ചോദിച്ചാ എന്താടാന്ന് ചോദിക്കാൻ അതന്നെ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പെരുമാറാണെങ്കിൽ ബാഡ് ടച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഈ പെൺകുട്ടികൾ സ്പോട്ടിൽ പ്രതികരിച്ചു കഴിഞ്ഞാണ്ടല്ലോ പല സംഭവങ്ങളും ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ. നമുക്കിപ്പോ അത്യാവശ്യം വേണ്ട ഫോൺ നമ്പറുകൾ നമ്മൾ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം. ഒരു പോലീസിന്റെ ആയാലും അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ഒട്ടുമിക്ക നമ്പറുകളും ഫോണിലാണ് സേവ് ചെയ്യണത്, ആർക്കും കാണാണ്ട് അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കൊന്ന് വിളിക്കുന്ന വെച്ചാൽ നമുക്ക് ആർക്കും ഫോൺ നമ്പർ അറിയില്ല. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോൺ നമ്പറുകളായാലും ഇപ്പൊ വല്ല പോലീസിന്റെ ഒക്കെ പോലീസ് സ്റ്റേഷനിലെ നമ്പറുകൾ അല്ലേ. അപ്പൊ നമ്മൾ കരാട്ടെ പഠിക്കണം. ഞാൻ പറയണ ഇന്നത്തെ സമൂഹം കരാട്ടെ മാത്രല്ല കളരിപ്ലേറ്റ്, പിന്നെ നമ്മുടെ നാടൻ തല്ലി, അതാണ് അയ്യോ എനിക്ക് എപ്പോഴും തെറ്റൂടെ കളരി. അതുള്ള പ്രായത്തിന്റെ കുഴപ്പമില്ല, വയസ്സായില്ലേ 40-45 വയസ്സൊക്കെ ആയില്ല, അതുകൊണ്ടാണ് കളരി എന്ന് സമ്മതിച്ചു. അത് പഠിക്കണം, കുംഫു പഠിക്കണം, ഇപ്പൊ പഠിക്കാൻ പഠിക്കണം. കൈയും കാലം തന്നെ പൊക്കാൻ പറ്റണില്ല, ഞാൻ അവള് കരാട്ടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് മസ്റ്റായിട്ട് സുരക്ഷിതരായിരിക്കാൻ വേണ്ട മാർഗങ്ങൾ എന്തായാലും കരാട്ടെ, ഒന്നും വലിയ നാടൻ തല്ല്, ഓട്ടം, പ്രതികരണ ശേഷി, ഇതൊക്കെ പെൺകുട്ടികൾക്ക് അത്യാവശ്യമാണ് കേട്ടോ. പ്രതികരണശേഷിയാണ് മസ്റ്റായിട്ട്. നമ്മൾക്ക് എങ്ങനെ നിലനിൽക്കാം എന്നുള്ളത് ആ പെൺപിള്ളേര് പ്രതികരണ ശേഷിയോട് കൂടി വായ തുറന്ന് സംസാരിക്കണം, അല്ലാതെ അമ്മമാരും മസ്റ്റായിട്ട് അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. എന്തായാലും എല്ലാം നോക്കണ ഒരു നോട്ടോ. ഞാൻ നോക്കിയതല്ല, നീ അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളിട്ടിയോട് ഇടിച്ച് പരത്തിക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് ഒരു പേടിയും പഠിക്കണ്ട. ഓക്കെ, ബൈ.